പരിമിതികൾ ലക്ഷ്യത്തിലേക്ക് എത്താൻ തടസ്സമേ അല്ല എന്ന് തെളിയിച്ച ഒരാളെയാണ് ഞങ്ങൾ ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത്. ജന്മന ഇരു കൈകൾക്ക് സ്വാധീനക്കുറവുള്ള കാഞ്ഞിലശ്ശേരി സ്വദേശി കെ അശോകൻ 1.5 മണിക്കൂർ നേരമാണ് പഞ്ചാരിമേളം കൊട്ടിക്കയറിയത്. ചെണ്ടയിൽ അരങ്ങേറ്റം നടത്തുന്ന അശോകന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ്. എൻ്റെ മനസ്സിലുള്ള ഒരാഗ്രഹമായിരുന്നു ചെണ്ട പഠിക്കണമെന്ന്. പക്ഷേ എൻ്റെ ചെണ്ട കൊട്ടണമെന്നുണ്ടെങ്കിൽ ശാരീരിക പ്രത്യേകിച്ച് കൈക്ക് നല്ല ആരോഗ്യമുള്ള കൈ വേണം. എന്നാൽ എൻ്റെ കൈക്ക് 2 കൈക്കും ബലക്കുറവുണ്ട്. അതുകൊണ്ട് സാധിക്കില്ല എന്ന് വിചാരിച്ചൊരു കാര്യമാണ്. അങ്ങനെയാണ് ഞാൻ ആശാൻ്റെ അടുത്ത് ഈ ആവശ്യം ഉന്നയിച്ച് പോകുന്നത്. ആശാൻ പറഞ്ഞ് നമുക്ക് ശ്രമിക്കുക നോക്കാമെന്ന്. കൊട്ടുന്ന സമയത്ത് എനിക്ക് കൈക്ക് വേദനയൊക്കെ ഉണ്ടായിരുന്നു. കൈ പൊക്കി അമർത്തി കൊട്ടുകയും വേണം. കൈ ഇങ്ങനെ മറച്ച് കൊട്ടണം. മറക്കുന്ന സമയത്തുള്ള ഒരു പ്രയാസം ഉണ്ടായിരുന്നു. കൈക്ക് ശരീര ആവശ്യകത ഉള്ളതുകൊണ്ട് കൈക്ക് നീളം കുറവാണല്ലോ. അപ്പോൾ ആ ബുദ്ധിമുട്ടെല്ലാം പിന്നീട് ആശാനാണ് അത് പരിഹരിച്ച് തന്നത്. ഈ കോല് പിടിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ അത് ചെണ്ടയമ്പിൽ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പം അത് വന്ന സമയത്ത് കൊട്ടി തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് കൈവേദനയായിട്ട് കുറേ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് കാലത്തെ പ്രാക്ടീസ് കൊണ്ട് അത് മാറി ഇപ്പം അത്യാവശ്യം നല്ല നില കൊട്ടാൻ കഴിയുന്നുണ്ട്. അതാണ്. എൻ്റെ ശാരീരിക ആവശ്യകത ഉണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ മറികടന്നിട്ടാണല്ലോ ഇവിടെ കൊട്ടാൻ പഠിച്ചതും 1.5 മണിക്കൂർ കൊട്ടി നിന്നതും. അത് ഈ തേവരെ ആ ഒരു അനുഗ്രഹം കൊണ്ടാണ് 1.5 മണിക്കൂർ എനിക്ക് നല്ല രീതിയിൽ കൊട്ടാൻ കഴിഞ്ഞത്. ഒരിക്കലും നമുക്ക് എന്ത് കുറവുണ്ടെങ്കിലും അത് ഉള്ളിൽ വെച്ച് നിൽക്കുകയല്ല വേണ്ടത്. നമുക്ക് എന്താണ് ആഗ്രഹം അതിനു വേണ്ടി പ്രവർത്തിക്കുക. അതിന് നമുക്ക് വേണ്ടത് ഒരു വിൽ പവറാണ്. വിൽ പവർ ഉണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നിരിക്കും. പരിമിതികളെ തോൽപ്പിച്ച് തൻ്റെ ഓരോ സ്വപ്നത്തെയും കീഴടക്കുകയാണ് അശോകേട്ടൻ. അടുത്ത ലക്ഷ്യത്തിലേക്കും ഇതുപോലെ കൊട്ടിക്കയറട്ടെ. പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം അഭിജിത്ത് മുഴക്കുന്ന 24 കോഴിക്കോട്. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഒരു സല്യൂട്ട് വേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇരു കൈകൾക്കും സ്വാധീനം കുറവാണ്, ചെണ്ടയാണ്, അപ്പോൾ അത്ര അധികം ശക്തിയോടെ വേണം കൊട്ടാൻ. എന്നിട്ട് പോലും അദ്ദേഹത്തിന് കഴിയുന്ന രീതിയിൽ അത് അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അപ്പം ബിഗ് സല്യൂട്ട്. ഇനിയും ഒരുപാട് ആഗ്രഹങ്ങൾ ഇതേപോലെ തന്നെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് നമ്മളും ആശംസിക്കുകയാണ്.